MPDയുടെ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നടത്തിയിട്ടും വാഹനം വിട്ടുകൊടുത്തില്ല. വാഹനങ്ങളുടെ അലോട്ട്മെന്റ് ഓർഡറിലുള്ള മന്ത്രിയുടെ എതിർപ്പാണ് തടഞ്ഞുവെക്കാൻ കാരണമെന്നാണ് സൂചന. വാഹനം എടുക്കാൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് വന്ന ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയി. RB സനൂപ് ചേരുന്നു. സനൂപ്, ഈ MPDയുടെ വാഹനങ്ങൾ അതിന്റെ ഉദ്ഘാടന ചടങ്ങ് പോലും നമുക്കറിയാം, അത് അന്ന് പോലും ഉദ്യോഗസ്ഥരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രി മുടക്കിയിരുന്ന് ഉദ്ഘാടനം ചെയ്യാതെ തിരിച്ചു പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് പ്രശ്നങ്ങൾ തന്നെയാണല്ലോ. ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ധന്യ, ഈ വാഹനങ്ങളുടെ അലോട്ട്മെന്റ് ലിസ്റ്റ് നേരത്തെ തന്നെ പുറത്തിറക്കിയതാണ്. കഴിഞ്ഞ മാസം 29-ന് ഇതിന്റെ ഉദ്ഘാടനമാണ് ആദ്യം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അന്ന് സംഘാടനത്തിലെ പിഴവും അതുപോലെ തന്നെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞതുമൊക്കെ ചൂണ്ടിക്കാട്ടി മന്ത്രി തന്നെ പരിപാടി റദ്ദാക്കുകയായിരുന്നു. ഇതിനുശേഷം ഇന്നലെ തിരുവനന്തപുരം പേരൂർക്കട KSRTC ബസ് ഡിപ്പോയിൽ വെച്ചാണ് ഈ വാഹനങ്ങളുടെ 52 വാഹനങ്ങളുടെ ഉദ്ഘാടനം ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചത്. ഈ വാഹനങ്ങൾ അലോട്ട് ചെയ്തിട്ടുള്ള ജില്ലകളിലേക്ക്, അതായത് ഓഫീസുകളിലേക്ക് ഈ വാഹനങ്ങൾ കൊണ്ടുപോകേണ്ട ഉദ്യോഗസ്ഥരും ഇന്നലെ എത്തിയിരുന്നു. കാസർഗോഡ് നിന്നടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഈ വാഹനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി അവരവരുടെ ഓഫീസുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എത്തിയത്. പക്ഷേ ഈ വാഹനങ്ങൾ ഇപ്പോഴും കൊടുത്തു വിട്ടിട്ടില്ല. ഈ വാഹനങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്തെ SAP ക്യാമ്പിൽ മാറ്റിയിട്ടിരിക്കുകയാണ്. അലോട്ട്മെന്റിലെ പ്രശ്നം തന്നെയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മന്ത്രിക്ക് ഈ അലോട്ട്മെന്റ് ലിസ്റ്റിൽ എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പോ ഈ അപാകതമെല്ലാം തന്നെ പരിഹരിച്ചിട്ട് കൊടുത്തുവിട്ടാൽ മതി എന്നുള്ള ഒരു വിവരം നൽകിയിട്ടുള്ളത്. നിലവിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഓഫീസുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഈ വാഹനങ്ങൾ, അതായത് ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ ഉള്ള ഓഫീസുകളുണ്ട്. പക്ഷേ ആ വാഹനങ്ങളുടെയൊക്കെ കാലപ്പഴക്കം കാരണം അതിന്റെ ഫിറ്റ്നസ് ഉടനെ തന്നെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ആ ഓഫീസുകൾക്ക് കൂടി വാഹനങ്ങൾ നൽകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഇറക്കിയ അലോട്ട്മെന്റ് ലിസ്റ്റിന് വിഭിന്നമായിട്ട് പുതിയൊരു അലോട്ട്മെന്റ് ലിസ്റ്റ് തയ്യാറാക്കി വേഗത്തിൽ കാലതാമസം ഉണ്ടാവാതെ തന്നെ ഈ വാഹനങ്ങൾ കൊടുത്തുവിടും എന്നാണ് പറഞ്ഞത്. എന്തായാലും വലിയ ഉദ്ഘാടന മാമാങ്കമൊക്കെ നടത്തിയിട്ടും ഈ വാഹനങ്ങൾ ഇപ്പോഴും തിരുവനന്തപുരത്ത് പെരുവഴിയിൽ കിടക്കുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. ധന്യ.